കിവിയേ കിവി എന്തോടി കണ്ണുരുട്ടി പേടിപ്പിക്കുന്നത്? എന്തേ ചെടി നോക്കുന്നേ? വരുന്നോ? മേളിക്കായിരുന്നോ? വാ. ആ പോണം അല്ല പോണോന്ന് പറഞ്ഞ കയറണോടി? മേളി കയറണോ? അയ്യോ തോണ്ടെന്ന്. അയ്യോ എന്റെ പൊന്നോ. ബാ കേറുന്നോ? കേറ് ബാ. വെപ്രാളം അയ്യോ ഇതിനായിരുന്നു. ഇനി നമ്മളെ വേണ്ട കേട്ടോ. ഇനി പട്ടി വേല. എന്തോ രാവിലെ എന്താ കുഴപ്പം? ഡ്രൈവിങ്ങിന് പോവും. അയ്യോ അങ്ങനെ ഡ്രൈവിങ് പഠിക്കാൻ പോവുകയാണ്. അയ്യോ ക്യാമറ കണ്ട അപ്പം മമ്മിക്ക് ഹായ് ഗൈസ് എന്ന് പറയണം. ഞാൻ ഞങ്ങളുടെ കുഞ്ഞു കിളിനെ കാണിക്കാവേ. ദേ ആളൊരു ഇച്ചിരി ഇൻസെക്യൂറാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നേരെ മുട്ടയ്ക്കകത്ത് കയറും. ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടില്ലേ? ഓക്കെ എടുക്ക്. എങ്ങനെ ഇതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ? ഓക്കേണോ? കണ്ണാടി ശരിയല്ല. കണ്ണാടി ശരിയാക്ക്. അത് ശരിയാക്കാം. കാണോ? ഇത് കാണോ? ഇല്ല കാണാൻ പറ്റത്തില്ല. ഇപ്പോഴോ? ഹാൻഡ് ബ്രേക്ക് എടുത്താൽ മതി. താഴോട്ട് പോകും. വിട്ടെ. ബ്രേക്ക് പിടിച്ചേക്കും. അപ്പൊ ബ്രേക്ക് പിടിച്ചോണ്ട് കുഴപ്പമില്ല. അമ്മി ഇങ്ങനെ പിടിച്ചേ. അമ്മി ഏത് കാലം വെച്ചാ ഈ ചവിട്ടിയേക്കുന്നേ ബ്രേക്കാല്? കൊള്ളാം. കാലെടുക്ക്. പോത്തില്ല. റൈറ്റിലോട്ട് പോട്ടെ. വണ്ടി വരുന്നില്ലല്ലോ. ആ തിരിക്ക്. ഫുള്ള് തിരി. ആ അത് തന്നെ. ആ നേരെ ഇനി നേരെ ആക്കി. പോട്ടെ. കുറെ വണ്ടി വരുന്നുണ്ട്. ഓ അത് കലക്കി. ഇത്തിരി പതുക്കെ പോയാൽ മതി. വഴി കൂടെ ആന്റിമാരൊക്കെ പോകുന്നുണ്ട്. ബോണറ്റിൽ ഇരുത്തല്. ആ പോട്ടെ. പപ്പ പറഞ്ഞു. അതാണ് പപ്പയായിരുന്നു ശരിക്കും നല്ല. പപ്പനെ പഠിപ്പിച്ച സേതു അങ്കിളായിരുന്നു അല്ലയോ? സേതുച്ചാനും. അതെ. സേതുച്ചാനും ഉണ്ടായിരുന്നു. ബിജിലും ഉണ്ടായിരുന്നു. ബിജിലും പഠിപ്പിച്ചായിരുന്നു കുറെ നാൾ. ലെഫ്റ്റ് നോക്ക്. ലെഫ്റ്റ്. ഇവമേ ഇപ്പൊ കണ്ടെത്തി കയറിയനെ. അത് ഞാൻ പിടിച്ചിട്ടുണ്ട്. കൊറേ വണ്ടിയൊന്നും ഇല്ലല്ലോ അച്ഛാ. ഞാനല്ലോ മമ്മിയല്ലേ പറഞ്ഞി? മമ്മി വണ്ടി ഉണ്ടോ? വട്ടപ്പാറമുക്ക്. ആ വണ്ടി. സ്റ്റിയറിംഗ് നേരെയാക്ക്. അങ്ങോട്ട് നോക്കുമ്പോ സ്റ്റിയറിംഗ് അങ്ങോട്ടാണോ തിരിക്കുന്നത്? കൊള്ളാം. നല്ലതാ. അതൊക്കെ അങ്ങോട്ട് പോ. ഒരുപാട് ഇങ്ങോട്ട് ചേർക്കണ്ട. അമ്പലപ്പിലോട്ട് പോന്നോ? അതോ കളത്തട്ട് വഴി പോന്നോ? ആ നേരെ. എന്നാ ഇൻഡിക്കേറ്റർ ഓഫ് ആക്ക്. അത്യാവശ്യം സ്റ്റേബിൾ ആയെന്ന് തോന്നുന്നില്ലയോ? അത്യാവശ്യം കാര്യങ്ങളൊക്കെ കത്തിയിട്ടുണ്ട് മമ്മിക്ക്. പിന്നെ പേഴങ്കാല മുക്കായി. ഒരു നല്ല വളവാ. അപ്പൊ അതിനനുസരിച്ച് തിരിക്കുക കേട്ടോ. നല്ല വളവാ. ഒന്ന് ഹോൺ അടിച്ചോ. ഒന്നുകൂടെ ഹോൺ അടിച്ചോ. പിടിച്ചോ. ഓക്കെ. ഇപ്പൊ അതൊക്കെ സ്റ്റിയറിംഗ് നേരെ ആയിക്കോ. ഓക്കെ കറക്റ്റ്. ഇനി റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടോ. റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് പതുക്കെ അങ്ങോട്ട് കയറ്റിക്കോ.
മമ്മി അകത്തോട്ട് അങ്ങോട്ടല്ലേ പോണ്ടേ? മമ്മി എന്ത് കാണിക്കുന്നു? റിവേഴ്സ് എടുക്കണ്ട മമ്മി. ഇൻഡിക്കേറ്റർ എന്തിനാ ഇട്ടെ? ഇങ്ങോട്ട് കയറ്റാനല്ലായിരുന്നു. എന്നിട്ട് മമ്മി എന്താ നേരെ പോയെ? തിരിക്കി കള്ളത്തട്ട് വഴി പോവാ. കള്ളത്തട്ട് വഴി കഴിഞ്ഞ് പാണ്ടിത്തിട്ടിലോട്ട് വരുവാ. നോക്ക് വണ്ടി നോക്കി പതുക്കെ എടുത്താ മതി. വേണ്ട, ഒറ്റ തിരിപ്പ് തിരിയും. എല്ലാം ഇപ്പൊ വന്നു. എടുത്തോ. മമ്മി എന്താ അങ്ങനെ കൺഫ്യൂസ് ആയ? വണ്ടി എടുത്തോ. അവിടെ നോക്ക് നേരെ സ്റ്റിയറിംഗ് നേരെയാക്ക്. ഇപ്പൊ അങ്ങോട്ട് പോകും. നേരെയാ. അയ്യോ, ഇതുവരെ എല്ലാം കറക്റ്റ് ആയിരുന്നു. പക്ഷെ കുഴപ്പമില്ല. അത് നല്ല മമ്മിക്ക് നിർത്തിയിട്ട് തിരിക്കുമ്പോഴായി പ്രശ്നം വരുന്നത്. സ്ട്രെയിറ്റ് ഓടിക്കുവാണെങ്കിൽ മമ്മിക്ക് ഒരു കുഴപ്പമില്ല. മമ്മി നിർത്തിയിട്ട് ഒരു തിരിപ്പ് തിരിക്കാൻ നേരത്ത് മമ്മിയുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോകും. മനസ്സിലായില്ല, എനിക്കിപ്പോ മനസ്സിലായി. ഇപ്പൊ ആ പുള്ളിക്കാരനെ എടുത്തിട്ട് മമ്മി ഒരു തട്ടിയേനെ. മമ്മി സ്റ്റിയറിംഗ് ഫുള്ള് തിരിച്ചിട്ട് നേരെ ആക്കിയില്ല. അല്ല, അതുകൊണ്ട് നിങ്ങൾ കൂടെ ഉണ്ടായോണ്ട് എനിക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. വണ്ടി വരുന്നുണ്ട്. ഇത്രയും ബസ് ഇത്രയും നിർത്തുക. ഈ ലെവല് പോട്ടെ. നല്ല തിരിയുക. പതുക്കെ ഇച്ചിരി വലിയ തിരിയുക. ഓക്കെ, ഇതുവഴിയെല്ലാം ഓക്കെ, ക്ലിയർ. അത് നോക്കിയാ മതി, കുഴപ്പമില്ല. മമ്മി ഫൈനായിരുന്നു. ഫൈൻ 500 രൂപ പറ്റി. മമ്മിയുടെ മുഖത്തെ ഒരു ഗൗരവം കണ്ട. വണ്ടി ഓടിക്കുമ്പോ ഉള്ള ആ ഒരു ഗൗരവം. ഇതിന് ആദ്യമല്ല മമ്മി 6-7 മാസമായിട്ടാണ് പഠിക്കുന്നത്. ഇങ്ങനെ ആദ്യം ആവുന്നേ. പഠിച്ചത് സ്റ്റിയറിംഗ് മമ്മി നേരെ ആക്കുന്ന കാര്യം പഠിച്ചു. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളും മമ്മി അങ്ങ് പഠിക്കും, കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ലോറി സ്ലോ ആക്ക് വണ്ടി സ്ലോ ആക്ക്. അത് കുറച്ചും കൂടെ ചേർക്ക്. കുറച്ചുകൂടെ വണ്ടി ആക്സിലേറ്റർ ബ്രേക്ക് ചെയ്യുന്ന കാലം എടുത്തേ. ബ്രേക്ക് കൂടി അതൊക്കെ ബ്രേക്ക് കൂടി. ഓക്കെ, കുറച്ചുകൂടെ പോട്ടെ. ഓടിക്ക. നേരെ ആക്ക. ഒതുക്കണം എന്നുവെച്ചാൽ ഓപ്പോസിറ്റ് വന്ന വണ്ടിക്ക് പോകാനുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ നമ്മള് തോപ്പി സ്കൂളിന്റെ അടുത്ത് എത്താറായി. അങ്ങനെ തോപ്പി സ്കൂൾ നിവാസികളെ, മമ്മി ഇതാ വരുന്നേ, മത്തായി ഇതാ വരുന്നേ എന്ന് പറയുന്നത്. മമ്മി എങ്ങോട്ടാ കേറുന്നേ? കണ്ടത്തിലോട്ട് പോയാൽ മതിയെങ്കിൽ അങ്ങോട്ട് തിരിച്ചോ, കുഴപ്പമില്ല. നേരെ ഇങ്ങനെ ആയിരുന്നു എടുക്കേണ്ടിരുന്നത്. കറക്കി വേണ്ടായിരുന്നു എടുക്കാൻ. ഇപ്പൊ റൈറ്റ് വണ്ടി കയറി കിടക്കുക, ലെഫ്റ്റിലോട്ടാക്കത് ആയില്ല. ഇപ്പോഴും സെന്ററാ. ഇപ്പൊ ഏകദേശം ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, മമ്മിയാ കുഴപ്പക്കാരി കേട്ടോ. മമ്മിയാ ഈ വണ്ടി ഓടിച്ച് പെട്ടെന്നൊരു അതൊക്കെ പോയാ മതി. അതിന്റെ ഇടയിൽ കൂടെ ഹോണ് മേടിച്ച് കൈ പൊക്കി കാണിച്ച് എന്തുവാ ഇത് എന്നാ പറയും. ഞാൻ ഫസ്റ്റ് ടൈം ആണെന്ന് എന്നാ സർക്കസും ഉണ്ട് അതിന്റെ ഇടയിൽ കൂടെ. അത് സീനിയർ ആശാൻ, നമ്മള് ജൂനിയർ ആശാൻ. അതാണ്. ബട്ട് നാൽക്കൂടി ഓക്കെ. ഇനി അങ്ങോട്ട് റൈറ്റ് ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട് പതുക്കെ. സ്റ്റോപ്പ്. അങ്ങനെ റോഡിലോട്ടും കയറ്റുവാണോ ചെയ്യണ്ടേ? നോക്കിയും കണ്ട് വേണ്ട റോഡിലോട്ട് ഇറക്കാൻ. ഒന്നുമില്ലെന്ന് മമ്മിക്ക് അവിടെ മമ്മിക്ക് കാണാൻ പറ്റുന്നുണ്ടോ ആൾക്കാർ വരുന്നേ? പറ്റത്തില്ല. അപ്പൊ പതുക്കെ കയറ്റണം. സ്റ്റോപ്പ് ചെയ്ത് ഹോൺ അടിച്ച് പതുക്കെ കയറ്റണം. ഓക്കെ, ഹോൺ അടിക്കാൻ പറഞ്ഞപ്പോ ഒരു ഹോണും അടിച്ചു. ഓടിക്ക് ഫുള്ളൊടിയാതെ എങ്ങനെ ഓടിയും? സ്റ്റിയറിംഗ് നേരെയാക്ക്. സ്റ്റിയറിംഗ് സ്പീഡ് നേരെയാക്ക്. ഓക്കെ, ആക്സിലേറ്റർ കൊടു.
യെസ്. ഇവിടൊക്കെയാ മമ്മിക്ക് പാളുന്നത്. നിർത്തിയിട്ട് തിരിക്കുന്നിടത്തൊക്കെയാ മമ്മിക്ക് കുഴപ്പങ്ങൾ വരുന്നത്. നേരെ ഓടിക്കാനൊക്കെ പറ്റും. നമ്മുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിങ്ങിൽ എല്ലാം പഠിക്കണം. നമ്മൾ നിർത്തിയിട്ട് വണ്ടി എടുക്കുന്നതും പാർക്ക് ചെയ്ത് എടുക്കുന്നതും റിവേഴ്സ് ഇടുന്നതും ഒക്കെ പഠിക്കണം മമ്മി. ഇനി നേരെ വീട്ടിലോട്ട് പോട്ടെ. അങ്ങനെ മമ്മി ഡ്രൈവിംഗ് കലയിൽ ഒരു കില്ലാടിയായി മാറിയിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഹാൻഡ് ബ്രേക്കിൽ നമുക്ക് നല്ലോണം വിശ്വസിക്കാൻ പറ്റും. ആ, പിടിച്ചാ അവിടെ അങ്ങ് നിൽക്കും ഈ സാധനം. ഇവിടെ ആൻഡമാനോ? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. ഇപ്പൊ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ മമ്മി പാനിക്കും. ആ, അങ്ങനെ ആവരുത്. അങ്ങനെ വഴി വെച്ച് നമ്മൾ കൊച്ചുമോളേച്ചെ കണ്ട്. അയ്യോ ജിസാനെ പറഞ്ഞു കേട്ടോ. ഓക്കെ ഓക്കെ ചേച്ചി, ബൈ ബൈ ബൈ. ടാറ്റാ. സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പഠിക്കണം കേട്ടോ. അല്ലെങ്കിൽ പണി കിട്ടും. സ്റ്റിയറിങ് അല്ലെ ഇങ്ങനെ ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. പോയി പാലത്തെ അല്ല മതിലെ പോയി തട്ടുകയും ചെയ്യും. അവിടെ മമ്മിക്ക് പ്രശ്നം കേട്ടാ. സ്റ്റിയറിങ് തിരിക്കുന്നതിലാണ് മമ്മിയുടെ. വിടത്തില്ല. ഞാൻ അവിടെ വെച്ച് തിരിച്ചു ഞാൻ ഇത് ലോക്ക് ആയെന്ന്, അറ്റം ആയെന്ന്. അതെ ഞാൻ എന്നാ പിന്നെ എടുക്കാൻ പറഞ്ഞു. പോട്ടെ നേരെയാക്കാം. ഇൻഡിക്കേറ്റർ സ്ലോയി ബ്രേക്ക് പതുക്കെ. ഇങ്ങനെ സഡൻ ബ്രേക്ക് പിടിക്കല്ലേ. അപ്പൊ ബാക്കി വരുന്നവൻ നമ്മുടെ ഈ റോഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ ഇന്നത്തോടെ ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത സെഷൻ നാളെ. കുറച്ചും കൂടെ ഒതുക്കി പഠിക്കുക. കുറച്ചും കൂടെ പോട്ടെ. ബ്രേക്കിൽ നിന്ന് പതുക്കെ കാലെടുത്താൽ മതി. ഇങ്ങനെ പോയിട്ട് ഇനിയിപ്പോൾ നേരെ ആക്കുക. പോട്ടെ, കുറച്ചുകൂടെ പോട്ടെ. റോഡിൽ നിൽക്കുമോ വണ്ടി ഇപ്പോഴും? ഓടി. ബ്രേക്ക് ഓടി. ഓക്കെ, സ്റ്റിയറിങ് നേരെ ആക്ക്. വണ്ടി ഒതുക്കുമ്പോൾ സ്റ്റിയറിങ് നേരെ ആക്കിയിട്ട് ഓഫ് ആക്കാവൂ വണ്ടി. ഓക്കെ, ഇതിപ്പോ സ്റ്റിയറിങ് നേരെയാ. ഇനി എന്തൊക്കെയാ ചെയ്യണ്ടേ? ഇറങ്ങുമ്പോ എന്തോ ചെയ്യണ്ടേ? വണ്ടി ഓഫ് ആവണോ ചെയ്യണ്ടേ? ഇത് മാറ്റണ്ടേ? ന്യൂട്രലാക്ക. ഇനി ഓക്കെ, ഇനി ഓഫാക്ക്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്? അതൊക്കെ ആയിക്കോളും. കിവി രാവിലെ സർക്യൂട്ടിന് ഇറങ്ങി. പൊടിയാത്ത് കയറിപ്പോ. വലിയ കില്ലാടിയാണ്. ഗേറ്റ് തുറന്ന് അപ്പ അവക്ക് വിളിച്ചാണ്. അപ്പൊ അതാണ്ട് നമ്മുടെ പാവ ലക്സിമോൾ അതാണ്ട് അവിടെ. അയ്യോ എന്റെ ലക്സിയേ, എന്റെ പനാ കഴിക്കും. എന്റെ ലക്സിക്കുട്ടിയേ, മമ്മി ഡ്രൈവിംഗ് പഠിച്ചടി. അയ്യോടി മതി. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിടക്കണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. മമ്മി ഗ്രാജുവലി ഇമ്പ്രൂവ് ആവുന്നുണ്ട് കേട്ടോ. അതെന്തായാലും എനിക്ക് ഒരു ഗുഡ് സൈനാണ്. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ മമ്മി ഇങ്ങനെ കുറച്ചാളിങ്ങനെ ഓടിക്കുമ്പോഴത്തേനും മമ്മി ആ വണ്ടിയായിട്ട് ഒന്ന് റെഡിയായി വരും. പിന്നെ നമ്മൾ നമ്മുടെ വർണ്ണേനെ മമ്മിയുടെ കയ്യിലോട്ട് എത്തിക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.